ശാലിനി, സംസ്ഥാനങ്ങൾക്കും വിവിധ ആനുകൂല്യങ്ങൾ, കേരളം നമുക്ക് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? രോഹിണി, നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം അത് കേരളം ഉറ്റുനോക്കിയത് വളരെ പ്രതീക്ഷയോടെ കൂടിയാണ്. എന്തായാലും ആ പ്രതീക്ഷ കൈവിടാത്ത പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വനിതകളെയും സംരംഭകരെയും ചേർത്ത് നിർത്തുന്ന ബഡ്ജറ്റ് അത് കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ജനത ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിലടക്കം എന്ത് പ്രഖ്യാപനം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉറ്റുനോക്കിയത്. അത് തന്നെ വലിയ പ്രഖ്യാപനമായി വരികയാണ്. വിദ്യാഭ്യാസ ലോണുകൾക്കടക്കം 10 ലക്ഷം വരെ TDS ഒഴിവാക്കിയത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്തേക്കും സംസ്ഥാനത്തിനുള്ളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് ഉതകുന്നതാണ് എന്നുള്ളത് നമുക്ക് വിട്ടുകളയാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ ക്യാൻസർ മരുന്നുകൾക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ രോഗികളും ക്യാൻസർ മരുന്നുകളുടെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകളും അത് കേരളത്തിലേക്ക് എത്തുന്നതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ക്യാൻസർ മരുന്നുകൾ അതിൽ ഏറ്റവും കൂടുതൽ 36 മരുന്നുകൾക്കാണ് വില കുറയുന്നത്. കൂടാതെ തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങളും ഒപ്പം തന്നെ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളും അനുവദിക്കാനുള്ള പ്രഖ്യാപനം കൂടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ആരോഗ്യമേഖല ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്യാൻസറിനും മാരക അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ ആ മരുന്നിന്റെ തീരുവ ഒഴിവാക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതീക്ഷയും അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയായി കേരളം കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മുതിർന്ന പൗരന്മാർക്ക് 1 വർഷം വരെ പലിശ നികുതി ഇനത്തിൽ ഇളവ് നൽകുന്നു എന്നുള്ളതും പ്രതീക്ഷയോടുകൂടിയാണ് സംസ്ഥാനം നോക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ പാലക്കാട് IIT-യുടെ കാര്യമാണ്. പാലക്കാട് IIT-യുടെ സമഗ്രമായ ഒരു മാറ്റത്തിനും വികസനത്തിനും കൂടി ഫണ്ട് അനുവദിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു തുക ഈ ബജറ്റിൽ നീക്കിവെക്കുന്നു എന്നുള്ളത് കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. വിദ്യാഭ്യാസ ലോണുകൾക്ക് 10 ലക്ഷം വരെ TDS ഒഴിവാക്കുന്നു, 12 ലക്ഷം രൂപ വരെ നികുതി ഇനി നൽകേണ്ട എന്നുള്ളൊരു സുപ്രധാനമായ പ്രഖ്യാപനത്തെയും സംസ്ഥാനം വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അത് മാത്രമല്ല ഈ വൈദ്യുതി ഉൽപാദനത്തിന് പ്രത്യേക പദ്ധതി അത് കേരളത്തിലടക്കം സംസ്ഥാനത്ത് വലിയ രീതിയിൽ വൈദ്യുതി ബില്ല് അടക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു പ്രഖ്യാപനത്തെയും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം നോക്കിക്കാണുന്നത്. എല്ലാ സർക്കാർ ഹൈസ്കൂളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൂടി ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ സംസ്ഥാനത്തെ K-ഫോണിന് ഒരു ബദലായി അല്ലെങ്കിൽ K-ഫോൺ പദ്ധതി പല സ്കൂളുകളിലും എത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം വളരെ പ്രതീക്ഷയോടുകൂടി സംസ്ഥാനം നോക്കുകയാണ്. ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പിൽ 27 മേഖലകളെ കൂടി ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് IT വികസനത്തിന് മാത്രമല്ല സമഗ്രമായ ഒരു മാറ്റത്തിന് കൂടിയാണ് ഇത് തുടക്കമിടാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷ സ്റ്റാർട്ടപ്പ് മേഖല പങ്കുവെക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റ് കൂടിയായി ഇത്തവണത്തെ ബജറ്റിനെ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായുള്ള പദ്ധതി പ്രഖ്യാപനം അത് കേരളത്തിന്റെ തീരദേശ മേഖലയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. തീരവികസന ഫണ്ട് അത് 25,000 കോടി രൂപയുടെ പദ്ധതി രാജ്യം മുഴുവൻ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ വ്യാപകമാക്കുമ്പോൾ കേരളത്തെ കൂടി അതിൽ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കേരളം കാണുകയാണ്. IIT-കളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, അതിന്റെ വികസനത്തോടൊപ്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും സമഗ്ര മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല 125 പുതിയ വിമാനത്താവളങ്ങൾ വരുന്നു എന്നുള്ള പ്രഖ്യാപനം അത് കേരളത്തിലടക്കം ഉണ്ടാകുമോ എന്നുള്ളത് വരും മണിക്കൂറിലാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ കേരളം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് 2025-26 ബജറ്റിനെ കാണുന്നത്. അതിൽ ഏറ്റവും ഈ AI വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കും, ഇതിനായി 500 കോടി വകയിരുത്തി എന്നുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് സംസ്ഥാന സർക്കാരുമായി കൈകോർത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനെയും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി തന്നെയാണ് കേരളം നോക്കിക്കാണുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ 10,000 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം അത് സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലടക്കം സമഗ്രമായ മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഈ സീറ്റുകളുടെ എണ്ണം കുറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഉണ്ടാക്കുകയും സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും ഒക്കെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ കുറവ് വരുത്താനും വിദ്യാർത്ഥികളെ കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിർത്താനും ഒക്കെയുള്ള ഒരു സൗകര്യമായി ഈ ഒരു പ്രഖ്യാപനത്തെ കേരളം കാണുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, സമഗ്ര മാറ്റം തന്നെ ഈ ഒരു മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബഡ്ജറ്റ് എന്നുള്ളത് കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നത് പ്രത്യേകിച്ച് റെയിൽവേ വികസനം, ഒപ്പം തന്നെ ഈ വൈദ്യുതി മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല അടക്കമുള്ള
അടക്കമുള്ള മേഖലകൾക്ക് സമഗ്രമായ മാറ്റവും പ്രതീക്ഷയും തന്നെയാണ് ഈ ബഡ്ജറ്റിൽ ഉള്ളത്. അതിനെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ 7-ാം തീയതി സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപനം കൂടി വരാനിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന ബഡ്ജറ്റിനെ കൂടി ഉറ്റുനോക്കുന്നതോടൊപ്പം കേരളത്തിന്റെ ഈ ബഡ്ജറ്റിനെയും കേന്ദ്രത്തിന്റെ ഈ ബഡ്ജറ്റിനെയും ഈ നികുതി അടക്കമുള്ള കാര്യങ്ങൾ 12 ലക്ഷത്തിന് മുകളിലേക്ക് പരിധി ഉയർത്തിയതടക്കം വലിയ പ്രതീക്ഷയോടെ സർക്കാർ ജീവനക്കാരും നോക്കി കാണുന്നുണ്ട്. രോഹിണി.